കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ച് പഠിച്ചു, ഇത് രണ്ടും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഡബിൾ ക്രോസ് സ്റ്റിച്ച് പഠിക്കാം. ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റിച്ച് സെയിം നമ്മുടെ ക്രോസ് സ്റ്റിച്ച് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഫിനിഷിംഗ് ക്രോസിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എടുക്കുക. അവിടെ നിന്ന് ഇതുപോലെ നൂൽസ് ലൂസായി വരുമ്പോൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കുള്ള നോട്ട് ഇടുക. ഇവിടം വരെ സെയിം ആണ്. ഇനി നമുക്ക് ഈ ക്രോസിനെ വീണ്ടും ഡബിൾ ക്രോസ് ചെയ്യണം. അത് ക്രോസിനെ വീണ്ടും ക്രോസ് ചെയ്യണം. സോ ഈ നമ്മൾ എവിടെയാണ് ഫിനിഷ് ചെയ്ത് അതിൻ്റെ തൊട്ട് മുകളിൽ സെൻറ്ററിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു ക്രോസ് കൊടുക്കുക. ശേഷം മുകളിൽ നിന്ന് താഴേക്ക് വീണ്ടും ഈ ഒരു പാരലൽ ലൈൻ മാർക്ക് ചെയ്ത് ക്രോസ് കൊടുക്കും. സോ ഇതാണ് ഡബിൾ ക്രോസ്. ഇനി വീണ്ടും നമ്മൾ ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല, എവിടെ നിന്ന് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ഇപ്പുറത്തെ സ്റ്റിച്ചിൽ പോയിട്ട് മുകളിലേക്ക് എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നടുക്കോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നേരെ മറ്റേ സ്റ്റിച്ചിൻ്റെ ബേസിലേക്ക് പോയിട്ട് താഴേക്ക് പാരലായിട്ട് ക്രോസ് ചെയ്യാം. സോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്രോസിന് വേണ്ടി മുകളിലേക്ക് പോവുക. ഇവിടെയാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ക്രോസിന് വേണ്ടി അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് കുത്തിയെടുക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് വലിച്ചെടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ക്രോസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം വലുപ്പം ഒരുപോലെ ഇരിക്കണം കേട്ടോ. ഇത് ഇച്ചിരി ചുരുങ്ങിപ്പോയി. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു, നെക്സ്റ്റ് ക്രോസിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നെടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. ഇനി ഈ ക്രോസിനെ ഒന്നുകൂടെ നമുക്ക് ക്രോസ് ചെയ്യണം. ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു, മുകളിൽ നിന്ന് നേരത്തെ ചെയ്ത് വെച്ച സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഈ ഒരു പാരലൽ ലൈൻ സെറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു. സോ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് ക്രോസ് ചെയ്യാം. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രൈഡൽ ബ്ലൗസ്, നമ്മുടെ നെക്ക് ലൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്ക്വയർ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺസ് കൊടുത്ത് ഇങ്ങനെ നമുക്ക് ഗോൾഡൻ ത്രെഡിലോ അല്ല കളർഫുൾ ത്രെഡിലോ ഒക്കെ ചെയ്തെടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ലവ് യു ഓൾ, സ്റ്റേ കണക്റ്റഡ്, ബൈ.